ഹലോ, എൻ്റെ ചാനലിനൊരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിൽ മോണിറ്റൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആഡ്സ് വരുന്ന ഭാഗത്തൊക്കെ റെഡ് കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഈയിടെയാണ് ഇങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനർത്ഥം ആഡ്സ് ഇനി വരില്ല എന്നാണ്. ഇതിനെന്താണ് ഒരു സൊല്യൂഷന്? അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുമോ? എൻ്റെ ചാനലിൽ ഒരുപാട് വ്യൂസ് ഉള്ള വീഡിയോസിനൊക്കെ ഇങ്ങനെ ഒരു പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആഡ്സ് വരാതാവുമ്പോൾ അതിപ്പോൾ എൻ്റെ ചാനലിൻ്റെ റവന്യൂവിനൊക്കെ ബാധിക്കില്ലേ? ഞാൻ നിങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരം. ഞാൻ പുതിയ വീഡിയോയിൽ മിഡ് റോൾ സെറ്റ് ചെയ്തപ്പോൾ 2 ഭാഗത്ത് റെഡാണ് വന്നത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയണോ ആ റെഡ് വന്നത്? എനിക്ക് 4 ഭാഗത്ത് ആഡ് സെറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് മതിയാവൂലേ? 8 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ധാരാളം മതിയാവൂലേ അത്? ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങളൊരു വോയിസ് കേട്ടല്ലോ. ഈ രീതിയിൽ ഒരുപാട് പേർക്ക് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെയൊക്കെ പഴയ വീഡിയോസ് എടുത്തിട്ട് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ അഡ്വർടൈസ്മെന്റ് വരുന്ന ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഇപ്പൊ റെഡ് കളറിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെ വരുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് യൂട്യൂബിൽ വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ ടേൺ ഓൺ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സേവ് കൊടുക്കണം. അപ്പൊ ഇനി മുതൽ നിങ്ങളുടെ വീഡിയോയിൽ കൂടുതലായിട്ട് നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ പരസ്യം വരും എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചാനലിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പല സംശയങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ഈ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച കാര്യം, അതായത് അവരുടെ കുറെ പഴയ വീഡിയോക്കൊക്കെ ഇപ്പോ റെഡ് കളറിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടോ? അത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞങ്ങൾ ടേൺ ഓൺ കൊടുത്തതാണല്ലോ, പിന്നെ എന്താണ് ഇതിങ്ങനെയൊക്കെ വരുന്നത്? പല രീതിയിലാണ് കൺഫ്യൂഷൻ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ വരുമാനം, ഞാൻ തൊട്ട് മുമ്പേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കൂടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറയാൻ വളരെയധികം ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് മോണിറ്റൈസേഷന്റെ ആ ഒരു ആഡ് ബ്രേക്ക് അവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുവരെ നല്ല വരുമാനം ലഭിച്ചുകൊണ്ടിരുന്ന ചാനലിൽ വരുമാനം കുറയുകയും അതുപോലെ വരുമാനം ഓൾറെഡി കുറഞ്ഞ് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഇനിയും അതിലും കുറയാനാണ് ചാൻസ്. അപ്പൊ ഈ കാര്യം നിങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബറുടെ വോയിസിൽ നിങ്ങൾ കേട്ടത് അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആണ്. ഒരുപാട് വീഡിയോക്ക് അവർ മിഡ് റോൾ ആഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതാ ഇതുപോലെ റെഡ് കളറിലാണ് കാണുന്നത് അവർ ക്രിയേറ്റ് ചെയ്ത ആഡ് പോയിന്റുകൾ. അപ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതല്ല, വ്യൂസ് വരുന്നുണ്ട്, പക്ഷേ ഇടയിലൊന്നും പരസ്യം വരുന്നതല്ല. അപ്പോൾ അവരുടെ വരുമാനം കുറയുന്നതാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ആ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്കും വരാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീഡിയോൻ്റെ മോണിറ്റൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആഡ് പോയിൻ്റ് ഇതുപോലെ റെഡ് കളറിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരില്ല. നമ്മളത് നാച്ചുറൽ ബ്രേക്ക് പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് നമ്മളത് എനേബിൾ ആക്കി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഇതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ളത് എൻ്റെ കുറച്ച് വീഡിയോസിലെ എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ എൻ്റെ ഒരു പഴയ വീഡിയോയുടെ മോണിറ്റൈസേഷൻ്റെ പേജാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആണെങ്കിൽ നമ്മൾ മിഡ് റോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മാനുവലി കൂടുതൽ ആഡ് പോയിൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേറൊരാൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ അവിടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വന്ന് നമുക്ക് നല്ല റവന്യൂ കിട്ടാറുണ്ട്, കൂടുതലായിട്ട് ലഭിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് വന്ന ശേഷം എൻ്റെ കുറേ പഴയ വീഡിയോസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ പല വീഡിയോസിലും അവിടെ മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം എടുത്ത് നോക്കുമ്പോൾ റെഡ് കളറിൽ ആഡ് ബ്രേക്ക് ആയിട്ടുണ്ട്. റെഡ് കളറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പരസ്യം വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുവരെ
നല്ല റവന്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. റീച്ച് ആയിട്ടുള്ള പല വീഡിയോസും ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് റവന്യൂ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നതല്ല. കാരണം അത് ഇൻ്ററപ്റ്റീവ് ആഡ് സ്ലോട്ട് ആണെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഓൺ ആണെങ്കിൽ നിങ്ങളുടെ റീച്ച് ആയിട്ടുള്ള ഇപ്പോൾ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ജസ്റ്റ് നിങ്ങളൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ മിഡ് റോൾ ആഡ്സ് എടുത്ത് നോക്കുമ്പോൾ റെഡ് കളറിലാണ് നിങ്ങളുടെ ആഡ് സ്ലോട്ട് കാണിക്കുന്നതെങ്കിൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ് ഇനി മുതൽ വരുന്നതല്ല. പകരം നാച്ചുറൽ ആഡ് സ്ലോട്ടിലാണ് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു റെഡ് കളർ മാറ്റി അത് മൂവ് ചെയ്ത് പുതിയ ഒരു ആഡ് സ്ലോട്ടിലേക്ക് മാറ്റേണ്ടതുണ്ട്, നാച്ചുറൽ ബ്രേക്ക് പോയിൻറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് അവിടെ അവൈലബിൾ ആണെങ്കിൽ അത് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ റവന്യൂ അവിടെ നമുക്ക് ഇതുവരെ നല്ല റവന്യൂ കിട്ടിക്കൊണ്ടിരുന്ന ചാനലിൽ പെട്ടെന്ന് റവന്യൂ കുറയാൻ ഇതൊരു കാരണമാണ്. പലരും നമ്മൾ ഓൾറെഡി മാനുവൽ പോയിൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ച് പലരും അത് നോക്കാറില്ല. അപ്പോൾ എന്നെപ്പോൾ ഈ അടുത്ത് 2-3 ചാനൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചപ്പോൾ ഈ ഒരു പ്രശ്നം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മിഡ് റോൾ ആഡ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്രോമിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത ശേഷമാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്തു ശേഷം മോണിറ്റൈസേഷൻ്റെ താഴെ മാനേജ് ആഡ് സ്ലോട്ട്സ് എന്നുള്ളൊരു ഭാഗം കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ആഡ് ബ്രേക്കുകൾ. ഞാനവിടെ 4 ആഡ് ബ്രേക്കുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരു 8ൻ്റെ പണി എന്ന് പറയുന്നത്. കാരണം നമ്മളിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ അവിടെ പറയുന്നത് ഇത് മൂവ് ചെയ്യാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നാച്ചുറൽ നാച്ചുറൽ സ്ലോട്ടിലേക്ക് മാറ്റിയാലേ അഡ്വർടൈസ്മെൻറ്റ് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 4 പോയിൻറ്റുകളുണ്ട്. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. നമ്മളത് അങ്ങോട്ട് സൈഡിലോട്ടൊക്കെ മൂവ് ചെയ്ത് മാറ്റിയിട്ട് നോക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളറിലേക്ക് മാറും. പക്ഷേ അതവിടെ മുകളിൽ അങ്ങനെ മാറുമ്പോൾ മുകളിൽ ബ്ലാക്ക് കളറിൽ കാണാം. പക്ഷേ മുകളിൽ പെൻഡിങ് റിവ്യൂ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ പെൻഡിങ് റിവ്യൂ. യൂട്യൂബ് പിന്നീടാണ് അത് അപ്രൂവ് ചെയ്യുക. അതല്ലെങ്കിൽ വീണ്ടും റെഡ് കളറിൽ തന്നെ വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 4 പോയിൻറ്റും ഇതുപോലെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു നാച്ചുറൽ ബ്രേക്ക് പോയിൻറ്റ് നമ്മൾ കണ്ടെത്തിയിട്ട് മൂവ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് മൂവ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബാക്കി 3 പോയിൻറ്റുകൾ ഞാൻ ഇതുപോലെ ഒന്ന് മൂവ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ 4 പോയിൻ്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. ബ്ലാക്ക് കളറായിട്ടുണ്ട്. എല്ലാം പെൻഡിങ് റിവ്യൂ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിനി കുറച്ച് നേരം സേവ് കൊടുത്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് അപ്രൂവ്ഡ് ആയോ ഇല്ലേന്ന് അറിയാൻ കഴിയും. പക്ഷെ ഞാനിവിടെ ഒരുപാട് പോയിൻറ്റുകൾ അഡീഷണലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരുപാട് എത്ര നോക്കിയിട്ടും ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് നോക്കിയിട്ടൊന്നും എനിക്കിവിടെ അപ്രൂവായി കിട്ടുന്നതില്ല. എല്ലാം റെഡ് കളറിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ടൊക്കെ നോക്കി, പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ നാച്ചുറൽ ആഡ് ബ്രേക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ആകുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 8 മിനിറ്റിൽ കൂടുതലുണ്ടെങ്കിൽ കൂടെ ഇതിൽ മിഡ് റോൾ വർക്ക് ആകുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ആഡ് ബ്രേക്കുകൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. നമുക്ക് പരീക്ഷിച്ച് നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് പോയിൻറ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കണ്ടിന്യൂ കൊടുത്ത് ഒന്ന് സബ്മിറ്റ് ചെയ്തു. അപ്പോഴും വീണ്ടും പെൻഡിങ് റിവ്യൂ എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് എവിടെയെങ്കിലും ഒരു ആഡ് ബ്രേക്ക്, ഒരു ആഡെങ്കിലും 8 മിനിറ്റിൽ കൂടുതലുള്ളൊരു വീഡിയോയിൽ ഒരു ആഡെങ്കിലും നമുക്ക് എക്സ്ട്രാ വരും എന്ന് ചെക്ക് ചെയ്യണമല്ലോ. പക്ഷേ ഞാൻ സേവ് കൊടുത്തിട്ട് വീണ്ടും എടുത്ത് നോക്കുമ്പോഴാണ് ആ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നത്. വീണ്ടും ഞാൻ സേവ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും പോയിൻ്റ് ഞാൻ ആഡ് ചെയ്തിട്ടും അവിടെ ഒരൊറ്റ ആഡ് ബ്രേക്ക് പോലും അപ്രൂവ്ഡ് ആയിട്ടില്ല. പുതുതായിട്ട് ഞാൻ കൊടുത്ത എല്ലാം റെഡ് കളറിൽ തന്നെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഒരുപാട് തവണ ഈ ഒരു വീഡിയോയിൽ ഒരു പോയിൻ്റെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രീതിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഈ രീതിയിൽ ഫുൾ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. ഒരൊറ്റ ആഡ് ബ്രേക്ക് പോലും എനിക്ക് അവിടെ ക്രിയേറ്റ് ആയിട്ടില്ല. എല്ലാം റെഡ് കളറിൽ ഇൻ്ററപ്റ്റീവാണ്. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോയുടെ രീതി മാറ്റേണ്ടിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഒരു അനുഭവം. അപ്പോൾ നോക്കൂ, എനിക്കതിൽ മിഡ് റോൾ വർക്കാകുന്നില്ല. ഇനി ഞാൻ രണ്ടാമതൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് വീണ്ടും മോണിറ്റൈസേഷൻ എടുത്ത് മാനേജ് ആഡ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തു. ഈ ഒരു വീഡിയോയിലും 4 ആഡ് ബ്രേക്കുകൾ ഞാൻ മാനുവലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, അതും ഇപ്പോൾ റെഡ് കളറിൽ ഇൻ്ററപ്റ്റീവ് ആഡ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
ഓരോ ആഡ് സ്ലോട്ടും ഞാൻ മൂവ് ചെയ്തു. കുറച്ചൊക്കെ ഞാൻ നോക്കി നല്ല ആപ്റ്റായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിച്ചു. സമയമെടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കി. അവിടെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് കൊടുക്കാതെ മാനുവലി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാനുവലി ഒന്ന് വീണ്ടും നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ രണ്ടാമതൊരു വീഡിയോയിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള പ്ലേസിലാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ വീണ്ടും കൂടുതൽ ആഡ് ബ്രേക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സേവ് കൊടുക്കുകയാണ്. ഇതിൻ്റെ അവസാനത്തിൽ ഞാനൊരു 2-3 പോയിൻ്റ് ചുമ്മാ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു സർപ്രൈസ് ഉണ്ട്. കാരണം ഇത്രയും പോയിൻ്റ് നേരത്തെ വീഡിയോയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് അപ്രൂവ്ഡ് ആയിട്ടില്ല. പക്ഷേ ഞാനിവിടെ തൊട്ടടുത്ത് ഒരു 3-4 ആഡ് ബ്രേക്കുകൾ ഡബിളൊക്കെ ആയിട്ട് ഒരേ സ്ഥലത്ത് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം. റൈറ്റ് സൈഡിൽ അടുപ്പിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനത്തിൽ. ഇതൊരു വേറൊരു കാര്യം പറയാനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്തത് സേവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനത് സേവ് ചെയ്ത്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പെൻഡിങ് റിവ്യൂ ഒക്കെ പോയിട്ട് വീണ്ടും നമുക്ക് കാണണമല്ലോ എത്ര അപ്രൂവ്ഡ് ആയി, വീണ്ടും റെഡ് ആണോ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മോണിറ്റൈസേഷൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 2 റെഡ് കളറിലേ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്കിയൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട്. 2 ആഡ് ബ്രേക്കുകൾ ഇൻ്ററപ്റ്റീവാണ്. 2 സ്ഥലത്ത് മാത്രം പരസ്യം വരില്ല എന്നാണ് പറയുന്നത് യൂട്യൂബ്. ബാക്കിയൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത വീഡിയോയിലെ പോലെയല്ല, ഇവിടെ ഒരു 5 ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. 2 യൂട്യൂബ് ഡിസപ്രൂവ്ഡ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്ന് ഡിലീറ്റ് ചെയ്യേ അല്ലെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ 2 പോയിൻ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ 2 റെഡ് കളറിലുള്ള ഇൻ്ററപ്റ്റീവ് ആഡ് സ്ലോട്ടുകളും ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ എന്നാലും എനിക്കവിടെ 5 ആഡ് സ്ലോട്ടുകൾ യൂട്യൂബ് അപ്രൂവ്ഡ് ചെയ്തിട്ടുണ്ട്. പെൻഡിങ് ഉള്ളത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആഡ് സ്ലോട്ട് എക്സ്ട്രാ ആഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് മാനുവലി ഞാൻ ക്രിയേറ്റ് ചെയ്ത ആഡ് സ്ലോട്ടും യൂട്യൂബ് അപ്രൂവ്ഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് എന്നുള്ള ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തപ്പോൾ യൂട്യൂബ് എക്സ്ട്രാ ആഡ് സ്ലോട്ടും അപ്രൂവ്ഡ് ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസ് എടുത്ത് മോണിറ്റൈസേഷൻ എന്നുള്ള ഭാഗം ചെക്ക് ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്ററപ്റ്റീവ് ആഡ് സ്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റവന്യൂവിനെ ബാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ പറയാനുള്ള മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആഡ് സ്ലോട്ട് അടുപ്പിച്ച് 3 പോയിൻ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടും അത് അപ്രൂവ് ആകാൻ കാരണം മുമ്പത്തെ വീഡിയോയിൽ അപ്രൂവ്ഡ് ആയിട്ടില്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ അങ്ങനെ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. കാരണം ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ റീസൺ വളരെ വ്യക്തമായിട്ടും അതുപോലെ കൂടുതൽ ആഡ് സ്ലോട്ടുകൾ അപ്രൂവ്ഡ് ആകാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പോഴും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.